അതായത് എല്ലാവരും ഉയരങ്ങളിലോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഉയരങ്ങളിലോട്ട് പോകുക എന്നുള്ളത് ആവശ്യമാണെന്ന് തോന്നാൻ കാര്യം എന്താണ്? നിൽക്കുന്നിടത്ത് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഉയരങ്ങളിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉയരങ്ങളിലോട്ട് പോകാൻ നമ്മൾ പലപ്പോഴും നമ്മൾ ബലം പിടിക്കുകയാണ്. നമ്മുടെ ബലം പിടുത്തത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകണിയെന്ന്. നേരെ കുറച്ച് നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ നമുക്ക് എന്താണ്? നമുക്ക് ഇടിച്ചിലുണ്ടാകും, നമ്മൾ തകർന്നു പോകും, നാശമാകും. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇത് വിട്ടുകൊടുത്ത് നോക്കുന്നേ. നമ്മൾ മുകളിലോട്ട് കയറുന്ന ഭാഗത്ത് കയറാതെ ഒന്ന് നിൽക്കുന്നിടത്ത് നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ താഴത്തോട്ടൊന്ന് ഇറങ്ങാൻ നോക്കുക. എന്താണ് നമ്മൾ വിട്ടുകൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത്? വിട്ടുകൊടുത്താൽ നമുക്ക് ശരിക്കുള്ള യാഥാർത്ഥ്യം അറിയാൻ പറ്റും. നമ്മൾ എന്തിനോ പിടിക്കണമെന്ന് വിചാരിച്ച് പിടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ ശരിക്കുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ തീരുമാനിക്കുന്ന പോലെ നമ്മുടെ ജീവിതം പോവുകയില്ല. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ ജീവിതം പോകത്തുള്ളൂ. ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം. ആ ഭയത്തിൽ അവരെ ജീവിക്കുന്നത്. ഒരു തവണ ആത്മാർത്ഥമായിട്ടൊന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാല് മനസ്സിലാവും അവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന്. അതെ. അപ്പൊ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെ വളരെ വേണ്ടപ്പെട്ടവരാണ് നമ്മളെ ബലം പിടിപ്പിക്കുന്നത്. നമ്മൾ വളരെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ചിലപ്പോൾ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, അപ്പനായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളായിരിക്കും. എടി നമുക്കുള്ളതാണ് കേട്ടാ, സൂക്ഷിച്ചോളണം കേട്ടാ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും കേട്ടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ വേണ്ടി പാടുപെട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയണേന്ന്. അപ്പൊ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിലോട്ട് എത്തും. അതുപോലെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളൊരു 100 വർഷം തപസ് ചെയ്താൽ കിട്ടുന്ന സംഭവം സത്യസന്ധതയാണ് നമുക്കവിടെ കിട്ടുന്നത്. സത്യസന്ധമായിട്ടൊരു ബന്ധം 100 വർഷം തപസ്സെടുത്താൽ കിട്ടാത്തൊരു ബന്ധമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. സത്യസന്ധത ഇരുന്നാൽ 100 വർഷം തപസ്സെടുത്താൽ കിട്ടുന്ന ഫലം ഒരൊറ്റ നിമിഷം കൊണ്ടുണ്ടാകും. പലപ്പോഴും പലരും സത്യസന്ധതയൊക്കെ ഇച്ചിരി പാടാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. കാര്യം എന്താ? അതിൻ്റെ ബുദ്ധിമുട്ടിന് കാരണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ സത്യസന്ധതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കയ്യിലിരിക്കുന്നത് പോകരുത്. കയ്യിലിരിക്കുന്നത് സത്യമല്ല, അത് മിഥ്യയാണ്. മിഥ്യ പോകാതിരിക്കാൻ അവനവൻ തന്നെ മിഥ്യയായിട്ട് മാറും. മനസ്സിലായി? കയ്യിലിരിക്കുന്നത് അത്രയും മൂല്യമുള്ളതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സ്വസ്ഥത കിട്ടേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും. ഇത് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മള് അടുത്ത വഴി അന്വേഷിക്കുന്നത്. അതെ അതെ. അപ്പോൾ വഴി അന്വേഷിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമ്മൾ അന്വേഷിക്കുന്ന നമ്മുടെ ബുദ്ധിയിലുള്ള വഴിയായിരിക്കും. നമ്മുടെ ബുദ്ധിയിലുള്ള വഴി എന്തായിരിക്കും നമുക്ക് തരാൻ പോണത്? ബുദ്ധിയിലുള്ള വഴി ഒരു സംശയവും വേണ്ട, നമുക്ക് പ്രശ്നങ്ങളെ തരത്തുള്ളൂ. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചതിന് ശേഷം, ജനിച്ചതിന് ശേഷം ഉണ്ടായതാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഉണ്ട് ഇവിടെ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം ഉണ്ടാകുന്നത്. അതിനാണ് സത്യസന്ധത വേണം. സത്യസന്ധത എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കണമെന്ന് അറിയുന്നതാണ് സത്യസന്ധത. അതിന് ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് യാതൊന്നിൻ്റെ ആവശ്യമില്ല. അവിടെ എന്താണോ ഉള്ളത് അതിൻ്റെ ഭാഗം അവിടെ അനിവാര്യമാണ്. അതവിടെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒഴിവാക്കി ഒരു പ്രത്യേക അവസ്ഥയെ നമ്മൾ ജനിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജനിക്കാനുള്ള കാരണങ്ങൾ നിരന്തരം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ജീവിക്കാനുള്ള കാരണം അതിനോടനുബന്ധമായിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നത്തിന് യാതൊരു കാരണവുമില്ല. മനസ്സിലായോ? നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് വേണ്ടാത്തത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.